ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ക്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ കൊണ്ടുള്ള ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കപ്പ ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കപ്പ ഉപ്മാവിനായിട്ട് ആദ്യം തന്നെ 1 കിലോ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കപ്പ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം പ്രഷർ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കപ്പയുടെ വേവ് അനുസരിച്ചിട്ട് ഇത് മാറും. ഇനി 2 വിസിലിൽ കപ്പ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആവി കയറ്റി എടുത്താൽ മതിയാകും. ഇനി കപ്പ ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അടിക്ക് കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പൊന്ന് ചുവന്ന് മൂത്ത് വരാറാവുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വലിയൊരു സവോള നല്ല ഫൈനായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും കപ്പ ഉപ്മാവ് വെളുത്തിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പ് മാറി സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അധികം കുഴച്ച് ഉടച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കപ്പയൊക്കെ ഒന്ന് ഉടച്ച് കുഴച്ചെടുക്കാം. കപ്പയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് തന്നെ ഉപ്മാവിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഈവൻ ടീ ടൈം സ്നാക്കായിട്ട് പോലും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.